ബിഗ് ബോസ് സീസൺ 7-ൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അനുമോൾ തന്നെയാണ്. താനം ദൂളത്തരവാണ് ഈ പറയുന്നത്. അനീഷ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അനീഷ് കൊടുത്ത കണ്ടന്റ് എന്താ? അങ്ങനെ ചോദിക്കുന്ന അനീഷിന്റെ ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരൊറ്റ കണ്ടന്റ് എനിക്ക് ഓർമ്മയുള്ളൂ. നിങ്ങൾ മറ്റേ ഉറങ്ങി കിടക്കുകയാണ്, എന്താ കണ്ണടച്ച് കിടക്കുന്ന ഞാൻ കണ്ടു. ആ സാധനമല്ലാതെ എനിക്കിതൊന്നും മറുപടി പറയാൻ അറിയാൻ വേണ്ടല്ല, പക്ഷെ ഇത്തിരി സംസ്കാരം ഉണ്ടായി പോയി. നിങ്ങളെല്ലാം പറയുന്നത് ഡിസൈറിംഗ് എന്ന് പറയുന്നുള്ളൂ. ആ പ്രോഗ്രാം കണ്ട ഒരാളെന്ന നിലയിൽ എനിക്ക് ഇപ്പോഴും തോന്നുന്നത് അനുമോൾ തന്നെയാണ് ജയിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതെന്റെ വിവരക്കേടുണ്ടോ, പോയി വെള്ളം ചൂടാതെ നോക്കണോ. അനുമോൾ എന്തൊക്കെ കണ്ടന്റാ കൊടുത്തോന്ന് പറഞ്ഞു. അനുമോളിന്റെ മറ്റേ നമ്മുടെ ജിസേൽ ആര്യൻ ആ ചുംബന രംഗത്തെ കുറിച്ച് അനുമോള് പറഞ്ഞ കണ്ടന്റ് മനുഷ്യന്റെ ഒരു അവസ്ഥയെ അയ്യേ കഷ്ടം. അനീഷേട്ടനായിരുന്നു ഡിസേർവിംഗ് ആയിട്ടുള്ള ആള് അനുമോളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ. അപ്പൊ ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ. പിന്നല്ലാതെ ഇവിടെ ഇപ്പൊ ജനങ്ങളാണോ തീരുമാനിച്ചിരിക്കുന്നത്, മറ്റാരെങ്കിലും ഒക്കെ ആണോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. രാമേന്ദ്ര, നീ ഒരു കാലത്തും എന്നെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? ഇല്ല, ഒരു കണക്കിന് എല്ലാത്തിനും ഒന്ന് ഊരി വന്നതാ. ദിവസം പുറത്തായതുകൊണ്ട് മാത്രമാണ് PR ഉള്ള അറിയായിരുന്നു. അല്ലല്ല, ഒരിക്കലും അല്ല. എനിക്ക് PR കൊടുക്കാനായിട്ട് പൈസ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ആദ്യം തന്നെ കൊടുത്തിട്ട് ആദ്യം തന്നെ ഫസ്റ്റ് അവരോട് വീഡിയോസ് ഇടാൻ പറഞ്ഞാൽ കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. ഇനി ഞാൻ ബിഗ് ബോസിൽ പോകണേ ഉറപ്പായിട്ടും ഒരു 5 വർഷം കഴിഞ്ഞ് തമിഴ് ബിഗ് ബോസിൽ പോകുന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും PR കൊടുത്തിട്ടേ പോകത്തുള്ളൂ. എന്തിനാ അതിന്റെ താഴെ ഇരുന്ന് തെണ്ടാനോ? തിളക്കേണ്ട സമയത്ത് സാമ്പാറായിട്ട് തിളച്ചിരുന്നെങ്കിൽ, ഇപ്പൊ പോയി കിടന്ന് തിളച്ചിട്ട് ആ സമയത്ത് തിളച്ചിരുന്നെങ്കിൽ ഈ 2 ആഴ്ചക്കുള്ളിൽ പുറത്താകേണ്ട ഗതികേട് ബിൻസിക്ക് വരില്ല. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഈ പറയുന്നവർക്ക് എന്തും പറയാം, എന്തും വിളിച്ചു പോയി പറയാം. സത്യം എന്താണെന്നുള്ള കാര്യം അവർക്ക് അറിയണ്ട. 14 ദിവസം RJ ബിൻസി ഫയർ ആയിട്ട് അവിടെ നിന്നില്ലെങ്കിൽ അതിനൊരു കാരണമുണ്ട്. കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റ് കോണ്ടന്റ് അത്രയും പ്ലാൻ ചെയ്തിട്ടോ ഒന്നുമല്ല ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്, ആരും കാണാതെ? അത് മാക്സിമം ഞാൻ ഫണ്ണായിട്ട് തന്നെ എടുക്കത്തുള്ളൂ. പല കാര്യങ്ങളും ഞാൻ പെട്ടെന്ന് അങ്ങനെ ദേഷ്യപ്പെടത്തില്ല. ഒന്ന് മൂപ്പിച്ചു കൊടുത്തേക്കാം. ചാച്ചന്റെ ഒട്ടോ ഒരു പ്രശ്നമാണോ? എനിക്ക് പ്രശ്നമല്ല, മസ്താനിക്ക് അത് പ്രശ്നമായിരിക്കും. അതുകൊണ്ടാണ് അവർ ആക്കിയ രീതി സംസാരിച്ചത്. നീ പറയുന്ന ന്യായമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യത്തിലെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. തല്ലി ഓടിക്കുന്നവരൊക്കെ പറയുന്നത് അത് ചിലപ്പോ ഒടിച്ചെന്നിരിക്കും, അത് ചിലപ്പോ തല്ലി ഓടിച്ചെന്നിരിക്കും. ഫിസിക്കൽ അറ്റാക്ക് ശരിയാണോ? അത് കയ്യിലിരിപ്പ് പോലെ ഇരിക്കും ഒരാൾ. എവിടെ സ്ഥിരം സീരിയല് കാണുന്നുണ്ട്. അതാണ് പറഞ്ഞ കാഴ്ചപ്പാടിന്റെ പ്രശ്നം. എന്ത് ടോൺ ഓരോ വ്യക്തികൾ സംസാരിക്കുന്ന അവരുടെ ടോണിലായിരിക്കും. ആ ടോണിൽ തിരിച്ചു മറുപടി പറയേണ്ടത്. തിരിച്ചു ഞാൻ പറഞ്ഞല്ലോ, മസ്താനിക്ക് അങ്ങനെ ഒരു ചാച്ചനില്ലാന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു. അതിന്റെ കേടാണ് ആ കുട്ടി അവിടെ പറഞ്ഞത്. അതൊരു മോശം സ്റ്റേറ്റ്മെന്റ്. അത് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അല്ല, അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോലെ.